വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിൽ സുരക്ഷാ സേനയും മാവോയിസ്റ്റുകളും തമ്മിൽ ഏറ്റുമുട്ടൽ. 16 മാവോയിസ്റ്റുകളെ വധിച്ചു. ഏറ്റുമുട്ടലിൽ 2 ജവാന്മാർക്ക് പരിക്കേറ്റു. അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, ആ റെഡ് കോറിഡോറിൽ കുറേ നാളായി ഏറ്റുമുട്ടലുകൾ, കുറേ നാളായി വീരമൃത്യു സംഭവിക്കുന്നുണ്ട്. ഒരുപാട് മാവോയിസ്റ്റുകൾക്ക് ജീവൻ നഷ്ടമാകുന്നുണ്ട്. അപ്പോൾ ആ ഏറ്റുമുട്ടലിന് അറുതിയില്ലാതെ തുടരുകയാണ് ആ മേഖലയിൽ നിന്ന് മനസ്സിലാക്കണ്ടേ? ഹാഷ്മി, തീർച്ചയായിട്ടും കഴിഞ്ഞ കുറച്ചു കാലമായി തന്നെ ഛത്തീസ്ഗഡിൽ ഈ മാവോയിസ്റ്റ് വിരുദ്ധ നടപടി സുരക്ഷാ സേന ശക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി നിരവധി മാവോയിസ്റ്റുകൾ കീഴടങ്ങുന്ന ഒരു സാഹചര്യവും മാത്രമല്ല ഈ ഏറ്റുമുട്ടൽ സാഹചര്യവും തുടർച്ചയായി ഉണ്ടാകുന്നുണ്ട്. ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് ഈ സുക്മ ജില്ലയിൽ മാവോയിസ്റ്റ് സാന്നിധ്യം തിരിച്ചറിഞ്ഞ് സേന നടത്തിയ തെരച്ചിലിടെ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഈ ഏറ്റുമുട്ടലിൽ ഇതുവരെ 16 മാവോയിസ്റ്റുകളെ വധിച്ചതായാണ് സുരക്ഷാ സേന അറിയിച്ചിരിക്കുന്നത്. ഇതിൽ 2 ജവാന്മാർക്ക് പരിക്കേറ്റതായും വിവരങ്ങളുണ്ട്. എന്നാൽ ആ പരിക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കുകളല്ല എന്നുകൂടി സുരക്ഷാ സേന അറിയിക്കുന്നു. ഈ ഒരു ദൌത്യത്തിനിടയിൽ കണ്ടെത്തിയത് വൻ ആയുധ ശേഖരം കൂടി കണ്ടെടുത്തു എന്നതും ഇതുമായി ബന്ധപ്പെട്ട് സുരക്ഷാ സേന അറിയിക്കുന്നു. AK-47 അതുപോലെ തന്നെ ഗ്രനേഡുകൾ ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടെ കണ്ടെത്തി എന്നുകൂടിയാണ് അറിയിക്കുന്നത്. എന്തായാലും മേഖല കേന്ദ്രീകരിച്ച ഇപ്പോഴും സുരക്ഷാ സേനയുടെ ഈ ഒരു നടപടി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അച്യുതനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.